ഹായ് ഓൾ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ഷിബിലി ടി കെ വ്ളോഗ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ മോർണിംഗ് റൊട്ടീനാണ്. അപ്പോൾ അതേപ്പോൾ സമയം 5:30 ആയിട്ടുണ്ട്. ഞാൻ എൻ്റെ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഷിബിലി മോനെയും ഫിലിമോളൊക്കെ വിളിച്ചുകൊടുത്താണ് കേട്ടോ. അപ്പോൾ ഒരു ഇടവേളയ്ക്ക് ശേഷം മദ്രസ തുറക്കും കൂടി ചെയ്യാണ് കേട്ടോ. അപ്പോൾ അത് ആദ്യം തന്നെ ഫിലിമോളാണ് കേട്ടോ എണീറ്റത്. പിന്നെ ഷിബിലി മോന് എങ്ങനെയായാലും ഞാൻ വീണ്ടും വിളിക്കേണ്ടി വരും കേട്ടോ. അത് പിന്നെ അലാറം അങ്ങനെ അടിക്കുന്നുണ്ടാവും, അവനങ്ങനെ കിടന്നുറങ്ങുന്നുണ്ടാവും കേട്ടോ. അവന് അലാറം വെച്ചാലും വേണം കേട്ടോ ഞാൻ വിളിക്കുക. അതൊക്കെ അവിടെ ചെന്നാലും കുട്ടികളുണ്ടാവില്ല. ഇന്ന് എല്ലാവരും വേണമെങ്കിൽ അസംബ്ലി ഒക്കെ ഉണ്ടാവും, എന്നിട്ട് എല്ലാവരും വേർതിരിച്ചു. ഇന്ന് അസംബ്ലി ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ എന്നിട്ട് എല്ലാവരും ക്ലാസ്സൊക്കെ തിരിച്ചു. എനിക്ക് ക്ലാസ് താഴെ ആവുന്ന നേരം ഇഷ്ടം. അങ്ങനെ അതെ ഫിലിമോൾ എണീറ്റ് ഫ്രഷ് ചെയ്യാൻ തുടങ്ങിയിട്ടാണ്. അപ്പോൾ എന്നോട് ചോദിക്കുകയാണ് ക്ലാസ് എവിടെ ആയിരിക്കും എന്നൊക്കെ കേട്ടോ. അതാണ് കേട്ടോ നിങ്ങളാ കേട്ടത്. മറ്റാളിതാ കിടന്നുറങ്ങണ കണ്ടില്ല, ഫാൻ ഓഫാക്കി കഴിഞ്ഞിട്ട് അവനും ഉറങ്ങുകയാണ് കേട്ടോ. അങ്ങനെ ഞാൻ അവനെ വീണ്ടും വിളിച്ചുകൊണ്ടതിന് ശേഷം ഇതാ ഫിലിമോൾ ഓതെടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ, നിസ്കരിക്കാൻ വേണ്ടിയിട്ട്. അവളെ ഉറക്കം ശരിയായിട്ടൊന്നുമില്ല, കണ്ണ് തിരുമ്മിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും അവൾ വിളിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് എണീക്കും. അവൾക്കാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് വല്ലാത്ത സന്തോഷം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ കുറേ ദിവസത്തിന് ശേഷം ഫ്രണ്ട്സുകൾ ഉസ്താവന്മാരൊക്കെ കാണില്ലേ, ആ സന്തോഷം കേട്ടോ. അപ്പോൾ ചില ദിവസങ്ങളിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കട്ടെ എന്താ മദ്രസ തുറക്കാന്നൊക്കെ. അപ്പോൾ അവൾക്ക് മദ്രസയ്ക്ക് പോകാനും പൂതിയായിട്ടുണ്ട്. പിന്നെ അതേ പുതിയൊരു പർദ്ദ വാങ്ങിയതായിരുന്നു കേട്ടോ. അപ്പോൾ ആ പർദ്ദ ഇട്ടിട്ട് പോണ സന്തോഷം കൂടിയാണ്. അങ്ങനെ അതേ പർദ്ദൊക്കെ ഇട്ടതിന് ശേഷം എനിക്ക് കാണിച്ചു തരാണ് കേട്ടോ. എങ്ങനെയുണ്ട് ഉമ്മച്ചി, കാണാൻ ഭംഗിയില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ആ പർദ്ദ ഇട്ടിട്ട് തന്നെ അവൾ നിസ്കരിക്കുകയും ചെയ്തു. ഫസ്റ്റത്തെ ദിവസമായതുകൊണ്ട് പിന്നെ ബുക്സുകളൊന്നും വേണ്ടല്ലോ. അപ്പോൾ പിന്നെ മുസാഫ് പുതിയ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അതാണ് കേട്ടോ ബാഗിൽ വെക്കുന്നത്. അവളുടെ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴേക്കത് നമ്മൾ ഷിബിലി മോനും വേണ്ടിയിട്ട് അവൻ്റെ നിസ്കാരങ്ങളൊക്കെ കഴിഞ്ഞ് അവനും റെഡി ആയിട്ടോ. അതിൻ്റെ ഇടയിലൂടെ പിന്നെ അവൾ ഈ മഫ്ത വേണ്ടമ്മച്ചി എന്ന് പറഞ്ഞിട്ട് വൈറ്റ് മതി എന്ന് പറഞ്ഞിട്ട് അതിട്ടിട്ട് അങ്ങനെ അവർ രണ്ടുപേരും കൂടി മദ്രസയിലേക്ക് പോവാണ്. ഷിബിലി മോന് 9ലേക്കും ഫിനിമോള് 4ലേക്കുമാണ് കേട്ടോ. അങ്ങനെ അൽഹംദുലില്ലാ അവർ റാഹത്തായി മദ്രസയിലേക്ക് ഇറങ്ങിയിട്ട് അതിന് ശേഷം ഞാൻ നമ്മുടെ കുഞ്ഞു അടുക്കളയിലേക്ക് വന്നിട്ടോ. അപ്പോൾ ഇന്ന് ആദ്യം തന്നെ ഉണ്ടാക്കിയത് ചിക്കൻ ഗ്രേവിയാണ് കേട്ടോ കടിയിലേക്ക്. ഈ ചിക്കന് ഞാൻ കിണർപ്പണിക്ക് പണിക്കാരുണ്ടായിരുന്നില്ല, അപ്പോൾ അവർക്ക് ഇറച്ചി കൊണ്ടുവന്നപ്പോൾ കുറച്ച് എടുത്ത് വെച്ചായിരുന്നു കേട്ടോ. ഒരു നേരം ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് അതാണ് കേട്ടോ ഗ്രേവി ആക്കിയിട്ടുള്ളത്. പിന്നെ ഇത് ദോശ ഉണ്ടാക്കുകയാണ്. ഗ്രേവി നമ്മൾ സാധാരണ ഉണ്ടാക്കുമ്പോൾ തന്നെ ഉണ്ടാക്കിയത് കേട്ടോ. ഉള്ളിയും തക്കാളിയും ഒക്കെ വഴറ്റിയിട്ട് ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റും മസാലയും ഒക്കെ ഇട്ടുകൊണ്ട് അങ്ങനെ തന്നെ ഉണ്ടാക്കിയത് കേട്ടോ സാധാരണ ഉണ്ടാക്കും പോലെ. പിന്നെ ദോശ പൊടിയും ഉപ്പും പിന്നെ അത്യാവശ്യത്തിന് വെള്ളം ഇട്ടുകൊണ്ട് മിക്സിയിൽ നല്ലോണം അടിച്ചെടുത്താണ് കേട്ടോ. എൻ്റെ ദോശയ്ക്ക് പിന്നെ നിറയെ ഹോൾസുകളായിരിക്കും കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ കട്ടില്ലാത്ത ദോശ കണ്ടിട്ട് ഉണ്ടാക്കുക. പിന്നെ ദോശ ഉണ്ടാക്കുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം കേട്ടോ, തീ പാകത്തിലേ പാടുള്ളൂ കേട്ടോ. ഗ്യാസ് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് കുറച്ചും കൂട്ടിയൊക്കെ വെക്കല്ലോ. ഇത് അടുപ്പത്താകുമ്പോൾ പിന്നെ അതിനനുസരിച്ച് തീ കത്തിച്ചിട്ടിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ ദോശ ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ അടിച്ചുവരലും തുടങ്ങിയിട്ടാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ മക്കൾ മദ്രസ വിട്ട് വരുമ്പോഴേക്കും അടിച്ചു വരും കേട്ടോ നല്ലത്. അവർ വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കും കേട്ടോ. അപ്പോൾ അതെനിക്കിഷ്ടമല്ല കേട്ടോ. അപ്പോൾ ഞാനെന്ത് ചെയ്യും, അതിന് മുമ്പേ തന്നെ കഴിയുന്നതും ഞാൻ അവർ വരുന്നതിന് മുമ്പേ തന്നെ അകം അടിച്ചു വരാൻ ഞാൻ ശ്രമിക്കും കേട്ടോ. അങ്ങനെ ദോശ ഉണ്ടാക്കലും കഴിഞ്ഞ് ഏകദേശം അടിച്ചു വാരൽ അടുക്കളയിലും എത്തിയിട്ടാണ്. അങ്ങനെ ആ 2 പണിയും കഴിഞ്ഞ് തുടങ്ങിയിട്ടാണ്. ദോശ ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ അടിച്ചു വാരാനൊക്കെ നിന്നാൽ എന്താണെന്ന് ശ്രദ്ധിക്കണം കേട്ടോ, ദോശ കരിയോ എന്നുള്ളതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആ സ്പോട്ടിൽ തന്നെ വന്നോക്കും കരിയോ എന്നുള്ളത് ശ്രദ്ധിക്കട്ടെ. എനിക്കൊക്കെ കരിയാതെ തന്നെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അൽഹംദുലില്ലാ അടിച്ചു വാരലും കഴിഞ്ഞതിന് ശേഷം ഇത് ചോറിനുള്ള അരി അടുപ്പത്തിടാണ് കേട്ടോ. റേഷൻ അരിയാണ് ഇന്നിടുന്നത്. ഞാൻ 2 നേരത്തിന് ഒന്നിച്ചാണ് ചോറൊക്കെ വെക്കാറ്. പിന്നെ റേഷൻ അരി ആണെന്നുണ്ടെങ്കിൽ ഒന്നിച്ചാണ് വെക്കാറ് കേട്ടോ. എന്നാലും എൻ്റെ ചോറ് വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കൊന്നും കേട് വരില്ല കേട്ടോ. കേട് വരുന്നത് എന്താണെന്ന് വെച്ചാൽ വേവ് ഏറിക്കഴിഞ്ഞാൽ റേഷൻ അരി കേട് വരും കേട്ടോ. ഒരു പാകത്തിനുള്ള വേവിലെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ റേഷൻ അരി ഒന്നും ഒരു കേടും വരില്ല കേട്ടോ. അതൊന്ന് ശ്രദ്ധിച്ചെടുത്താൽ മതി. അങ്ങനെ അരിയൊക്കെ ഇട്ടതിന് ശേഷം കൗണ്ടർ ടോപ്പ് ഒന്ന് തുടച്ചെടുക്കുകയാണ്. അപ്പോൾ നല്ലോണം ഈ ദോശൻ്റെ ചെറിയ പൊട്ടുപൊടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് ക്ലീൻ ആക്കി എടുത്തു. അത് ആ സ്പോട്ടിൽ തന്നെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഉറുമ്പ് വരും കേട്ടോ. അപ്പോഴേക്കും നമ്മൾ കുട്ടിപ്പട്ടളങ്ങൾ എത്തിയിട്ടാണ്.
ഇനി മുതൽ വരുമ്പോൾ തന്നെ ചായയും കടി റെഡി ആയില്ല ഉമ്മച്ചിയെന്ന് വെച്ചിട്ടാട്ടോ വീഡിയോ കാണും. എന്താണെന്ന് വെച്ചാൽ പോകുമ്പോൾ വെള്ളം മാത്രം കുടിച്ചിട്ടാട്ടോ പോവുക. ചായയും കടിയൊന്നും ആ സമയത്ത് കുടിച്ചാൽ അവർക്ക് ഇറങ്ങൂല കേട്ടോ. എന്തായാലേ മദ്രസ നിന്ന് വരുമ്പോൾ അവൻ്റെ വരവ് കല്യാണത്തിന് പോയി വരുമ്പോഴല്ലേ അവന് വരുന്നത്. കാണാൻ ബാഗൊന്നും വേണ്ട, സ്റ്റാർട്ടിങ് അല്ലേ, അപ്പോൾ ബുക്സൊന്നും കിട്ടിയിട്ടില്ലല്ലോ, അപ്പോൾ പിന്നെ അവൻ്റെ ബാഗൊന്നും എടുത്തിട്ടില്ല കേട്ടോ. ചെറിയ ആൾ പിന്നെ ആ നൃത്തം നിൽക്കട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ചെരുപ്പിൻ്റെ വള്ളി അവൾ ഊരിയിട്ട് കിട്ടുന്നില്ല, അപ്പോൾ ഇത് ഊരി കാട്ടി വെച്ചെന്ന് പറഞ്ഞിട്ട് ആ നൃത്തം നിൽക്കട്ടോ. അങ്ങനെ അവളും കയറി കഴിഞ്ഞ പാടെ അവർക്കിന്ന് മദ്രസത്തെ വിശേഷങ്ങളാട്ടോ പറയാനുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ പുതിയ കുട്ടികളെ ചേർത്തതും മിഠായി കിട്ടിയതും ആ കഥകളൊക്കെയാണ് കേട്ടോ വന്ന പാടെ പറയുന്നത്. പിന്നെ പുതിയ ഉസ്താദന്മാരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ആ കഥകളും അങ്ങനത്തെ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി ഒരുങ്ങാണ് കേട്ടോ. ചായ ഇല്ല കേട്ടോ, വെള്ളമാണേ. പിന്നെ ആദ്യം തന്നെ ചായ കുടിച്ച് പോയിരുന്നു കേട്ടോ. അങ്ങനെ അൽഹംദുലില്ലാ നമ്മൾ കുട്ടിപ്പാട്ടാണെങ്കിൽ രാവിലെ തന്നെ എണീറ്റ് നിസ്കരിച്ച് റാഹത്തായി മദ്രസയിൽ പോയി അവർ റാഹത്തായി അതുപോലെ തന്നെ തിരിച്ച് വന്ന് വിശേഷങ്ങളൊക്കെ ചായ കുടിക്കുമ്പോഴും പറയണം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാൻ മതിവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.